തീർത്ഥാടന കേന്ദ്രം ആരംഭിക്കുന്നത്. ഏകദേശം ഒരു 52 വർഷങ്ങളോളമായി നാനാജാതി മതസ്ഥരായ അനേക വിശ്വാസികൾക്ക് ആശ്രയമായി, ആശ്വാസമായി ഈ തീർത്ഥാടന കേന്ദ്രം നിലകൊള്ളുകയാണ്. എല്ലാ വർഷവും ജൂൺ മാസം 2ാമത്തെ ചൊവ്വാഴ്ച വിശുദ്ധ അന്തോനീസിന്റെ ഊട്ടുതിരുനാൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നടത്തപ്പെടും. ഈ വർഷം ജൂൺ മാസം 9ാം തീയതിയാണ് കൊരട്ടി ഊട്ടുതിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഏകദേശം 1.5 ലക്ഷത്തിലധികം വരുന്ന തീർത്ഥാടകർക്ക് വേണ്ടിയാണ് നമ്മളിവിടെ നേർച്ച സദ്യ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8:30 മണിക്ക് ആരംഭിച്ച് രാത്രി 10 മണി വരെ ഊട്ട് നേർച്ചയിൽ പങ്കുപറ്റുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും. തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നൊവേന ആചരണം മെയ് 30ാം തീയതി ആരംഭിച്ച്, അതായത് ഇന്ന് ആരംഭിച്ച് ജൂൺ മാസം 7ാം തീയതി അവസാനിക്കും. 4 തിരുക്കർമ്മങ്ങൾ വീതം ഇവിടെ ഉണ്ടായിരിക്കും. രാവിലെ 6:30 മണി, 8:30 മണി, 10:45, വൈകിട്ട് 6:30 മണി, അങ്ങനെ 4 നേരങ്ങളിൽ ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ ഉണ്ടായിരിക്കും. ജൂൺ 2ാം തീയതി ചൊവ്വാഴ്ചയാണ് ഈ തിരുനാളിന്റെ കൊടിയേറ്റ ദിവസമായി നമ്മൾ ആചരിക്കുന്നത്. ജൂൺ 2ാം തീയതി വരാപ്പുഴ അതിരൂപത ചാൻസലർ പെരിയ ബഹുമാനപ്പെട്ട എബിജിൻ അറക്കലച്ചൻ തിരുനാൾ കൊടിയേറ്റത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. തുടർന്ന് ബഹുമാനപ്പെട്ട എബിജിൻ അച്ഛന്റെ നേതൃത്വത്തിൽ തിരുനാൾ ദിവ്യബലി, കൊടിയേറ്റ ദിവസത്തെ ദിവ്യബലി ഉണ്ടാകും. പ്രശസ്തനായ ധ്യാനഗുരു ബഹുമാനപ്പെട്ട ടയസ് ആന്റണി വലിയ മരത്തിങ്കലച്ചനായിരിക്കും അന്ന് വചന പ്രഘോഷണം നടത്തുന്നത്. നിത്യാരാധന കേന്ദ്രം കൂടെയാണ് ഈ കൊരട്ടി അവലോൽക്കോ മാതാവിന്റെ നേതൃത്വത്തിലുള്ള വിശുദ്ധ അന്തോനീസിന്റെ ഈ തീർത്ഥാടന കേന്ദ്രം. രാവിലെ മുതൽ വൈകിട്ട് വരെ തുടർച്ചയായ ദിവ്യകാരുണ്യ ആരാധന നടത്തപ്പെടുന്ന കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ജൂൺ മാസം 8ാം തീയതി നമ്മൾ ദിവ്യകാരുണ്യ ദിനമായി ആചരിക്കുകയാണ്. തിരുനാൾ ദിവസം ജൂൺ 9ാം തീയതി ചൊവ്വാഴ്ചയാണ്. അന്നേ ദിവസം രാവിലെ 6:30 മുതൽ വൈകിട്ട് 8 മണി വരെ തുടർച്ചയായ ദിവ്യബലികൾ, നൊവേനയും ആരാധനയും അർപ്പിക്കപ്പെടുന്നു. രാവിലെ 8:30 മണിക്ക് തീർത്ഥാടന കേന്ദ്രത്തിന്റെ വികാരി ഫാദർ ജോസഫ് ഓടിപ്പറമ്പിൽ നേർച്ച സദ്യ ആശീർവദിച്ച് വിളമ്പുന്നതോടുകൂടെ നേർച്ച സദ്യ ആരംഭിക്കും. പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രി 10 മണി വരെ നേർച്ച സദ്യയിൽ പങ്കുവയ്ക്കുന്നതിനുള്ള അവസരം തീർത്ഥാടകർക്ക് ഉണ്ടായിരിക്കും. കൗണ്ടറുകളിലായി ഭക്ഷണം വിളമ്പുന്നതിന് 120 വോളണ്ടിയേഴ്സിന്റെ സഹായം നമുക്ക് ഉണ്ടായിരിക്കും. 120 സ്ത്രീ പുരുഷന്മാർക്ക് അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനം നൽകിയിട്ടുണ്ട്. 500ഓളം വോളണ്ടിയേഴ്സിന്റെ സേവനം ഊട്ടുതിരുനാൾ ക്രമീകരിക്കാനായി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗികൾക്ക് വേണ്ടി എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുള്ളത് പോലെ 20,000 പാർസലുകൾ ഒരുക്കുന്നുണ്ട്. നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ ഈ ദേവാലയത്തിൽ പങ്കുചേരുന്നത് കൊണ്ട് ഈ ദേവാലയത്തിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും വന്ന് പങ്കെടുക്കുന്ന ഒരു മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെതുമായ ഒരു പുണ്യ ആലയമാണ് ഈ തീർത്ഥാടന കേന്ദ്രം. ഇതിന്റെ ഭാഗമായിട്ട് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട മത നേതാക്കന്മാരുടെ സാന്നിധ്യം കൂട്ടുനേർച്ചയുടെ അവസരങ്ങൾ ഉണ്ടാകും. കൂട്ടുനേർച്ചയ്ക്ക് അടുപ്പിൽ തീ തെളിക്കുന്നത് ഈ 3 മതവിഭാഗങ്ങളിലുള്ള മത നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലായിരിക്കും. 9ാം തീയതി 10:30 മണിക്ക് വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ആന്റണി വാലിങ്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ പൊന്തിഫിക്കൽ തിരുനാൾ ദിവ്യബലി അർപ്പിക്കപ്പെടും. തുടർന്ന് നൊവേനയ്ക്ക് ശേഷം വർഷത്തിൽ ഒരിക്കൽ മാത്രം പുറത്തിറക്കുന്ന പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ അന്തോനീസിന്റെയും തിരുസ്വരൂപങ്ങൾ സംവഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടത്തപ്പെടും. 1 മാസമായി നോമ്പ് നോറ്റ് ഒരുങ്ങുന്ന 16 പേർ ഈ തിരുനാൾ തിരുസ്വരൂപങ്ങൾ സംവഹിച്ചുകൊണ്ടുള്ള ഈ പ്രദക്ഷിണത്തിൽ
തിരുസ്വരൂപം സംവദിക്കുന്നതിന് ഉണ്ടായിരിക്കും. കൂട്ടുനേർച്ച തിരുനാൾ ആഘോഷം കഴിഞ്ഞ് മിച്ചം വരുന്ന തുക കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ നിർധനർക്ക് വേണ്ടിയിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതി നടത്തുകയാണ്. 50 വീടുകൾ പണിത് കൊടുക്കണം എന്നതാണ് നമ്മുടെ സ്വപ്നം. നാളിതുവരെ നമുക്ക് 42 ഭവനങ്ങൾ നിർധനർക്ക് വേണ്ടി നിർമ്മിച്ച് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വലിയ തീർത്ഥാടന പ്രവാഹം കണക്കിലെടുത്തുകൊണ്ട് കൊരട്ടി പോലീസ് വിപുലമായ ഗതാഗത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വാഹനങ്ങളിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് ദേവാലയത്തിന് സമീപം പാതുവ നഗർ അടക്കം വിവിധ ഇടങ്ങളിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരുനാൾ ഒരുക്കങ്ങളെല്ലാം ഭംഗിയായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. തിരുനാളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം.